ഇന്ന് രാവിലെ മുതൽ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ബി.ജെ.പി. നേതാവ് ആർ ശ്രീലേഖയുടെ ഒരു പ്രസ്താവന. അതായത് തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത് മേയറാക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള വ്യക്തത എന്താണ് സൗപർണിക്ക് തോന്നുന്നത്? അല്ല, ആദ്യം മുതൽ ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തപ്പോൾ മുതൽ എല്ലാവരും കരുതിയിരുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിഞ്ഞപ്പോൾ എല്ലാവരും, ഞാൻ അടക്കം ഉൾപ്പെടെ എല്ലാവരും കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും കരുതിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ശ്രീലേഖ മേയറാകും. കാര്യം നമുക്കറിയാം, ശ്രീലേഖയെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ശാസ്തമംഗലത്ത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ പോലും പറഞ്ഞിരുന്നതും അവർ ഉയർത്തിക്കാട്ടിയിരുന്നതും എന്താണ്, പ്രഖ്യാപിച്ചിരുന്നില്ല. കാര്യം കോൺഗ്രസ് ഒക്കെ പറഞ്ഞിരുന്നു വിജയിച്ചാൽ ശബരിനാഥനാണ് മേയർ എന്ന് പറഞ്ഞിരുന്നപ്പോൾ പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി എല്ലാവരും പറഞ്ഞിരുന്ന പേരെന്ന് പറയുന്നത് ശ്രീലേഖയുടേതായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു ചർച്ച നടക്കുമ്പോൾ മേയർ ആക്കിയില്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറെങ്കിലും ആക്കും എന്ന തലത്തിലായിരുന്നു ചർച്ചകൾ പോയത്. പക്ഷെ എന്താണ്, രാഷ്ട്രീയമാണ്, നമുക്കറിയാം പല കളികളുണ്ടാകും. അപ്പോൾ പരിചയ സമ്പന്നത ഇല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അധികം പരിചയമില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മേയർ സ്ഥാനത്ത് മാറ്റുകയും വി രാജേഷിനെ മേയറാക്കുകയും ചെയ്തത്. അതിനുശേഷം ശാസ്തമംഗലത്തെ കൗൺസിലറായി തന്നെയാണ് ശ്രീലേഖ തുടരുന്നത്. ആ സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ് വി.കെ. പ്രശാന്തുമായിട്ടൊക്കെ ഉള്ള ഓഫീസിന്റെ മുറി മാറണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധ ശ്രീലേഖയ്ക്ക് കിട്ടുന്ന തരത്തിലായിരുന്നു. അതുപോലെ തന്നെ വിജയിച്ചു കഴിഞ്ഞ് കോർപ്പറേഷൻ വലിയ മാറ്റങ്ങൾ, വലിയ ചർച്ചകളൊക്കെ നടക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന തലത്തിൽ പോലും പല സ്ഥലത്തും ചർച്ചകൾ ഉണ്ടായി. അത്തരം രീതിയിലാണ് ബി.ജെ.പി. മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവില് പറയുന്നത്. അപ്പൊ അതിനു മുന്നേ തന്നെ മേയറുടെ സത്യപ്രതിജ്ഞ പോലുള്ള ചടങ്ങിൽ നിന്നൊക്കെ ശ്രീലേഖ പൂർണ്ണസമയം ഇരിക്കാതെ പോയതും ഒരു ആശംസ പോലും ഫേസ്ബുക്കിൽ പോലും കുറിക്കാതിരുന്നതൊക്കെ അതൃപ്തിയാണ് എന്ന് മാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയപ്പോൾ തനിക്ക് യാതൊരു വിധത്തിലുള്ള അതൃപ്തിയും ഇല്ല എന്നാണ് ശ്രീലേഖ മാധ്യമങ്ങളോടക്കം പറഞ്ഞത്. താൻ പാർട്ടിയുടെ ഏത് തീരുമാനത്തിലും പാർട്ടിയോടൊപ്പം നിൽക്കും എന്നുള്ള നിലപാടാണ് എടുത്തത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഇപ്പോഴും ശ്രീലേഖ അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ശ്രീലേഖ പറഞ്ഞൊരു കാര്യമുണ്ട്, 10 വാർഡിന്റെ ചുമതല താൻ ഏറ്റെടുക്കാമെന്നായിരുന്നു ആദ്യം പാർട്ടിയോട് പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പാണ്, കോർപ്പറേഷനിൽ വിജയിക്കണം. അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ബി.ജെ.പി. താമര ഏത് വിധേനയും വിരിയിക്കണം, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏത് വിധേനയും ബി.ജെ.പി. പിടിക്കണം എന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടി അവർ പ്ലാൻ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് 10 വാർഡിലെ ചുമതല താൻ ഏറ്റെടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പാർട്ടിയാണ് അപ്പോൾ തന്നോട് സ്ഥാനാർത്ഥിയാകാൻ പറഞ്ഞു, മത്സരിക്കാൻ പറഞ്ഞു. 3 തവണയോളം താൻ അത് നിരസിച്ചു. ആ ആവശ്യം നിരസിച്ചപ്പോൾ പാർട്ടി പറഞ്ഞു, വെറും കൗൺസിലറായി തന്നെ ഇരുത്താനല്ല ആഗ്രഹിക്കുന്നത്, തിരുവനന്തപുരത്തിന്റെ മുഖമായി അല്ലെങ്കിൽ കോർപ്പറേഷന്റെ മുഖമായി തന്നെ ഉയർത്തിക്കാട്ടാൻ ആണ് എന്നുള്ള തലത്തിലേക്ക്. അപ്പൊ കോർപ്പറേഷന്റെ മുഖമായി ഉയർത്തിക്കാട്ടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മേയറാണ്. പിന്നെ ശ്രീലേഖ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തങ്ങളെ മേയറായി പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നുവെന്ന്. പിന്നീട് തങ്ങളെ പരിഗണിച്ചില്ല. ഇത് കഴിഞ്ഞ ദിവസം മാധ്യമത്തോട് തുറന്നു പറഞ്ഞു. താൻ ഇനി എവിടെയും സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഇതുപോലെ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ അതൊരു സെറ്റിൽമെന്റ് ആക്കുന്നത് മറ്റൊരു നിയമസഭ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകിക്കൊണ്ടായിരിക്കും. അപ്പൊ പടല പിണക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇത് സാധാരണമാണ്. സ്വാഭാവികമായി നമുക്കറിയാം ശ്രീലേഖയുടെ വിഷയം വന്നപ്പോഴും ഇനി അങ്ങനെയാണ്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള തലത്തിൽ വാർത്തകൾ വന്നു. അത് ചോദിച്ചപ്പോൾ പറഞ്ഞത്, പാർട്ടിക്ക് അകത്തു നിന്ന് അങ്ങനെ ചർച്ചകൾ ഉണ്ടായിട്ടില്ല, മാധ്യമ പ്രവർത്തകരാണ്, നിങ്ങളാണ് പറയുന്നത് സ്ഥാനാർത്ഥിയെ എന്നെ പരിഗണിക്കുമെന്ന്, എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ സത്യമായിരിക്കാം, മാധ്യമങ്ങളുടെ സൃഷ്ടിയാവാം, അത് മറ്റൊരു വശം. പക്ഷെ താൻ എന്തായാലും നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ 2 തലത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്നെന്ന് പറയുന്നത് തന്റെ ഉള്ളിലുള്ള പിണക്കം, അല്ലെങ്കിൽ തന്നെ മേയറാക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചതിനുള്ള പ്രതിഷേധം എന്ന തലത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. മറ്റൊന്ന്, ഇനി ശ്രീലേഖയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രീലേഖ ഇപ്പൊ മാധ്യമങ്ങളോട് പറഞ്ഞ രീതിയിൽ പറഞ്ഞാൽ, തന്നെ ജയിപ്പിച്ചത് ശാസ്തമംഗലത്തിലെ ജനങ്ങളാണ്, അവരോടൊരു കൂറുണ്ട്, അതുകൊണ്ട് താൻ മാറില്ല. പക്ഷെ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ഇത് സ്വാഭാവികമാണ്. ഒരു സ്ഥലത്ത് നിന്ന് ജയിക്കുമ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൗൺസിലർ ആയവർ MLA തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുണ്ട്, അങ്ങനെ മാറി മാറി മത്സരിക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ. പക്ഷെ തന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്, താൻ മത്സരിക്കില്ല. എനിക്ക് തോന്നുന്നു പാർട്ടിയോട് പറയുകയാണ് തനിക്ക് പ്രതിഷേധമുണ്ട്. പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ടും പറയുന്നത് തനിക്ക് അതൃപ്തി ഇല്ല എന്നാണ്. കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്കറിയാം മറ്റു കോർപ്പറേഷനുകൾ അനുസരിച്ചല്ല, വളരെ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിച്ച കോർപ്പറേഷനാണ്. തിരുവനന്തപുരത്ത് വലിയ മാറ്റങ്ങൾ, പ്രശാന്തിനെതിരായിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് KSRTC വിഷയത്തിൽ സംസാരിച്ചത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ബസിന്റെ വിഷയത്തിൽ മേയർ സംസാരിച്ചതൊക്കെ ചർച്ചയായി.
BJP വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് പറയുമ്പോഴും ശ്രീലേഖയുടെ ഒരു പ്രതികരണം പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും പടലപ്പിണക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ ശ്രീലേഖ അതൃപ്തി അല്ല, അല്ലെങ്കിൽ എനിക്ക് അതൃപ്തി ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഇൻഡയറക്ട്ലി പുള്ളിക്കാരി പറയുന്നുണ്ട് അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ തന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. മേയർ ആക്കാമെന്ന് പറഞ്ഞ് തന്നെ സ്ഥാനാർത്ഥിയാക്കി വിജയിച്ചപ്പോൾ വെറും കൗൺസിലറായി മാറ്റി എന്നുള്ള തലത്തിലേക്ക്. പിന്നെ ശാസ്തമംഗലം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും നല്ല വാർഡാക്കി മാറ്റും, താൻ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ പറയുമ്പോൾ പോലും തന്റെ ഉള്ളിലൊരു സങ്കടം ഉണ്ട്. പക്ഷെ അത് അതൃപ്തിയാണ് എന്ന് തുറന്നു പറയുന്നത് നമുക്കറിയാം രാഷ്ട്രീയമാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. സ്വാഭാവികം എന്താണ്, കോൺഗ്രസിലൊക്കെയാണ് സാധാരണ അതൃപ്തികളൊക്കെ വെട്ടി തുറന്ന് പറയുന്നത്, കാര്യം ജനാധിപത്യ പാർട്ടിയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊക്കെ. പക്ഷെ സ്വാഭാവികമായും പുള്ളിക്കാരിക്ക് എന്താണ് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് പറയില്ല. ഇപ്പൊ ശ്രീലേഖ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയ സ്ഥിതിക്ക് ഇപ്പൊ നിലവിൽ ഇരിക്കുന്ന ഒരു മേയർ ആണല്ലോ PV രാജേഷ് എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു നിലപാട് എന്തായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്തായിരിക്കും ഇതിൽ പ്രതികരിക്കുന്നത്? സ്വാഭാവികമായും പുള്ളിക്കാരൻ എന്തായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ്, ന്യായീകരിക്കാനോ തള്ളാനോ കൊള്ളാനോ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. ഇപ്പോ VV രാജേഷിനോട് അല്ലെങ്കിൽ തിരുവനന്തപുരം നിലവിലെ മേയറിനോട് ചോദിച്ചിട്ടുണ്ട്, താൻ ഇതൊന്നും കണ്ടിട്ടില്ല. സ്വാഭാവികമായും നമുക്ക് അങ്ങനെയുള്ള മറുപടികളാണല്ലോ. താൻ ഇതൊന്നും കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചില്ല, എന്താണ് പലരും പറഞ്ഞറിഞ്ഞു, ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഇങ്ങനെ കൊടുത്തു, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, തനിക്കത് അറിയില്ല. അപ്പൊ താൻ അതിന് എന്ത് പ്രതികരിക്കണം എന്നാണ്. കഴിഞ്ഞ ദിവസവും ശ്രീലേഖയോടൊപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും കൂടുതലും പറയാൻ ശ്രമിക്കുന്നത് തങ്ങൾ കോർപ്പറേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, തങ്ങൾ ഇതൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറ്റങ്ങൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമെന്ന് മാത്രമാണ് പറയുന്നത്. ശ്രീലേഖയുടെ വിഷയത്തിൽ എന്താണ്, തനിക്കറിയില്ല, താൻ ആ വാർത്ത കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടില്ല, അല്ലാത്ത വിഷയത്തിൽ ഞാൻ എങ്ങനെ പറയാം. അപ്പൊ വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന പോലെ മേയർ അല്ലെങ്കിൽ എന്താണ് മേയർ ആക്കാമെന്ന് പറഞ്ഞു തിരുവനന്തപുരത്തിനെ മുഖമായി ഉയർത്തിക്കാട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ താൻ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഒരുപക്ഷെ പാർട്ടിക്കകത്ത് ചർച്ച നടത്തിയതിനു ശേഷം വന്ന് പ്രതികരിക്കുമായിരിക്കും. കാര്യം ഇന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും ഞാൻ പ്രസന്റബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോ എന്താണ് എടുത്തു ചാടിയൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയാണല്ലോ. ചിലപ്പോ ഈ വിഷയം ഒന്നുകൂടി പഠിച്ചിട്ട് വന്ന് സംസാരിക്കാമെന്നായിരിക്കും VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കുന്നത്. ഇപ്പൊ മേയർ ആക്കാന്ന് പറഞ്ഞിട്ട് ശ്രീലേഖ ഇത്രയും കാര്യങ്ങൾ ആ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ മൊത്തത്തിൽ ഈ BJP എന്ന് പറഞ്ഞ പാർട്ടി മുൻപേ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളാണെങ്കിൽ ഇപ്പൊ ഈ തുറന്ന പറച്ചില് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു പാർട്ടി ഇനി നേരിടാനായിട്ട് പോകുന്നത്? അല്ലെ, നമുക്കറിയാം ഈ ഒരു വിഷയം എന്തായാലും പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കിയിട്ടുണ്ട്. കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരുന്നു, തിരുവനന്തപുരത്ത് പുതിയ മേയർ വരുന്നു, കൗൺസിലർമാർ, നമുക്കറിയാം വലിയ മാറ്റങ്ങൾ, നമ്മളെല്ലാവരും എന്താണ് ചർച്ച ചെയ്തത് പോലുമാണ്. വലിയ മാറ്റങ്ങൾ, വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ BJPക്ക് കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷൻ മാറ്റങ്ങൾ, വികസനം, ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും വീണ്ടും ഒരു പടലപ്പിണക്കം പാർട്ടിക്കുള്ളിൽ ഉണ്ട്. അല്ലെങ്കിൽ താൻ അതൃപ്തയാണ് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തൃപ്തയാണ്, എനിക്ക് അതൃപ്തിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പോലും പാർട്ടി നൽകിയ വാഗ്ദാനമാണിത്, തന്നെ തഴഞ്ഞത് പാർട്ടിയാണ് എന്ന് ഇൻഡയറക്ട്ലി പറയുക തന്നെയാണ്. അപ്പൊ ഇത് കൂടുതൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. ഇപ്പൊ ഈ പറയുന്ന മേയർ ആയിട്ടുള്ള VV രാജേഷിന് പോലും മറുപടി ഇല്ല പറയാൻ. അതൊരു നമ്മളെന്താണ് എന്ത് പറഞ്ഞാലും മറുപടി എന്ത് പറഞ്ഞ് ന്യായീകരിക്കും. കാര്യം ശ്രീലേഖയാണ് പറയുന്നത് തന്നെ മേയറായി ഉയർത്തിക്കാട്ടിയാണ് അധികാരത്തിൽ വന്നത് എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയാൻ ഇവർക്കാകുമോ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരോടത് പറഞ്ഞിട്ടുണ്ടെന്ന് അവരാണ് പറയുന്നത്. അപ്പൊ ഇനി ഒന്നുകിൽ പാർട്ടി വന്ന് പറയണം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ പറയണം ഞങ്ങൾ അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടില്ല എന്ന്. അത് പറയാനുള്ള സാധ്യത കുറവാണ്. കാര്യം നമുക്കറിയാം എല്ലാവരും ആദ്യം ശ്രീലേഖയാണ് മേയറായിട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അവര് പ്രചരണം നടത്തിയത്. അപ്പൊ അത് തള്ളിപ്പറയാനാകില്ല. പിന്നെ പാർട്ടിക്ക് എന്താണ്, ഇത് പാർട്ടിയെ ഒരു തരത്തിൽ പ്രതിരോധത്തിലാക്കും. കാര്യം ഇതുവരെയും കോർപ്പറേഷനിലെ വികസനം, അല്ലെങ്കിൽ കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അതിലൊക്കെ ആയിരുന്നു ശ്രദ്ധയെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം ശ്രീലേഖയിലേക്ക് മാറിയിട്ടുണ്ട്. അതങ്ങനെയാണ്, പുതിയ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും മാറും. ശ്രീലേഖയിൽ മാറുമ്പോൾ ഇപ്പോഴും എല്ലാവരും, അല്ലെങ്കിൽ എന്താണ്, ശ്രീലേഖ തൃപ്തിയല്ല എന്ന തലത്തിലേക്ക് ഇത് കൊണ്ടുപോകും. അത് പാർട്ടി, നമുക്കറിയാം തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പോ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. പക്ഷെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം പടലപ്പിണക്കങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ ഒരിക്കലും ഗുണം ചെയ്യില്ല. അത് BJP എന്നല്ല, ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കുള്ളിൽ ഏത് പാർട്ടിക്കുള്ളിലായാലും പ്രത്യാരോപണങ്ങൾ ഒരിക്കലും ഗുണം ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഈ തിരുമല അനിലിന്റെ മരണം ഉൾപ്പെടെ സ്ഥാനാർത്ഥിത്വ ചൊല്ലിയുള്ള ആത്മഹത്യകളൊക്കെ തെരഞ്ഞെടുപ്പിന് മുന്നേ BJPയെ വെട്ടിലാക്കിയിരുന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിഞ്ഞെങ്കിൽ പോലും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ല. വീണ്ടും പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ ശ്രീലേഖ പറഞ്ഞ കാര്യത്തെ ആർക്കും തള്ളാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം സ്വാഭാവികമായി അവരോട് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി അതൃപ്തി ഇല്ല എന്ന് പറഞ്ഞാലും ഇവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് കേരള പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി എന്താകുമെന്ന് കണ്ടറിയാം.